ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കുള്ളൊരു സ്പിരിച്വൽ ഗൈഡൻസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക്, ബാധാദോഷം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അത് എവിടെ നിന്ന് വന്നു എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് പൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 ബ്രേസ്ലെറ്റ്സ് ആണ്. ഇതൊരു സുലൈമാനി ഹക്കീക്ക് ബ്രേസ്ലെറ്റ് ആണ്. ഇതൊരു സിട്രീൻ ബ്രേസ്ലെറ്റ് ആണ്. അപ്പം ഇത് ഫസ്റ്റ് പൈല്, ഈ സിട്രീൻ ബ്രേസ്ലെറ്റ് ഫസ്റ്റ് പൈലും സുലൈമാനി ഹക്കീക്ക് സെക്കൻഡ് പൈലുമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രേസ്ലെറ്റ് നിങ്ങളുടെ പൈലായിട്ട് സ്വീകരിക്കുക. ഇത് സിട്രീനാണ്, ഇത് സുലൈമാനി ഹക്കീക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് പൈല് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ബ്ലാക്ക് മാജിക്ക് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്കുണ്ടോ, അതെവിടെ നിന്നാണ് വന്നത് നമുക്ക് നോക്കാം. അത് ആരാണ് നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഫസ്റ്റ് പൈലെടുത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫിലെന്നാണ്. ഇതൊരു ചീറ്റിംഗ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ട്രാപ്പ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉയർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരോ എന്തോ ഒരു ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജി ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അത് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എയ്റ്റ് ഫാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിൽ നിന്നാണ് ഈ ഒരു ബ്ലാക്ക് മാജിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആരെങ്കിലും നിങ്ങളുടെ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തോ ഒരു കാര്യത്തിൽ നിന്നും ഒരു ബ്ലാക്ക് മാജിക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇത്. കുറച്ച് ആൾക്കാർക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായൊരു കാര്യമാണ്. ഒരുപാട് കാലമൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിട്ട്. അതായത് ഈ ഒരു ബ്ലാക്ക് മാജിക്ക് നിങ്ങളിലേക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി എത്തിയിട്ട് വളരെ അടുത്ത കാലത്തായിട്ടാണ് അത് എത്തിയത് എന്നുള്ളതാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളുടെ ഒന്നുകിൽ കോവർക്കർമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറുമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻസുമായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ബ്ലോക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് ബ്ലോക്ക് വരുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒന്നുകിൽ ബിസിനസ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഇത് പൂട്ടിപ്പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. ഇത് കരിയർ തന്നെയാണ് കാണുന്നത് ഇതിനകത്ത്. ഇനി ഇതൊന്നുകൂടി, ഇതാരാണ് ഇത് ചെയ്തത് എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം.
ഫൈവ് ഓഫ് ഹാൻഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ തോൽപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആരോ ആണ്. നിങ്ങളങ്ങനെ ഉയർന്നു പോകണ്ട എന്ന് വിചാരിക്കുന്ന ആരോ. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചിലപ്പം അത് കൂട്ടി പോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സെയിം ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്നു എല്ലാ കാര്യത്തിലും. എല്ലായിടത്തും മത്സരിക്കാൻ ആളുണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മത്സരത്തിന് കുറേ ആളുകളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നത് എങ്കിൽ സെയിം ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് രംഗത്ത് കുറേ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ലോ ബഡ്ജറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. കുറേ ഓഫേഴ്സൊക്കെ ഇടുന്നുണ്ടായിരിക്കാം. അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഒരാവശ്യമില്ലാതെ ജോലി സ്ഥലത്ത് കുറേ മത്സരങ്ങളുണ്ടാകും. ചിലപ്പോൾ നല്ല പോലെ സ്നേഹിച്ചിരുന്ന ആൾക്കാർ പോലും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് എതിരാവും. അപ്പോൾ അവർ നിങ്ങളോട് മത്സരിക്കാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പം അതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഈ സപ്പോർട്ടൊക്കെ പിൻവലിച്ച് കളയും. അതൊക്കെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് എന്നുള്ളതാണ്. നിങ്ങളെ പെട്ടെന്ന് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റാണ്ടാവും. പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു മത്സര ബുദ്ധിയോട് കൂടി കാണും. നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുത്തും. അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ടു ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് അത്. നിങ്ങളെ കുറേ കൺഫ്യൂസ്ഡ് ആക്കും. അത് അവിടെ നിന്ന് വിട്ടിട്ട് പോയാലോ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇത് വിട്ടിട്ട് പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പം അവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതെനിക്ക് വേണ്ട, ഇവിടെ ശരിയാവില്ല എന്ന് ചിന്തിക്കും. ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുമെന്ന് മാത്രമല്ല, അവിടെ വേണ്ട എന്നൊക്കെ ഒരു ചിന്ത. നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സന്തോഷത്തോടു കൂടി അവിടെ പോയി ജോലി ചെയ്യണം. അപ്പോൾ അവിടെ പോണതേ ഇഷ്ടമില്ല. ചിലപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നതേ ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായി നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് പോകണ്ട. നിങ്ങൾ ചെയ്യുന്ന ജോലി അത്ര കംഫർട്ടബിൾ അല്ല നിങ്ങൾക്ക്. പാസ്റ്റ് നിങ്ങൾ വളരെ എൻജോയ് ചെയ്തൊരു കാര്യമായിരിക്കാം, ചെയ്തിരുന്നൊരു കാര്യമായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു മടുപ്പൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സമയം വരെ മതി ഈ ഒരു കാര്യം, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതങ്ങ് മാറ്റിക്കളഞ്ഞാലോ, സ്റ്റോപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോയാലോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് വേറെ ഒരു ഓഫീസിലേക്ക് പോയാലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡ് തിരഞ്ഞെടുത്താലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു. ഒരു കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ടു തരുന്നുണ്ട് എന്നുള്ളതാണ്. സ്ട്രെങ്താണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ആ ഒരു പവറിനെ മനസ്സിലാക്കുന്ന ആരുമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരാളാണ്, പെട്ടെന്ന് വീണു പോകില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ആരുമാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതിൽ വേറൊരു കാര്യം, ഇനി എന്ത് ബ്ലാക്ക് മാജിക് ചെയ്താലും നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് വളരെയൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. ചെറിയ ഒരു തട്ടുമുട്ടുകളൊക്കെ തന്നിട്ട് അങ്ങ് പോകും. അതല്ല, നമ്മൾ ഏറ്റവും നെർവസ് ആയിരിക്കുന്ന സമയത്താണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്. പെട്ടെന്ന് നമ്മളുടെ ഓറ ബലമില്ലാതിരിക്കുന്ന സമയത്ത് അത് പുറത്തുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളിലേക്ക് വരും. ഓറയിൽ വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രാണിഹീലിംഗ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓറ സ്ട്രെങ്ത് അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓറയുള്ള ഒരാളിന് ബ്ലാക്ക് മാജിക് ഒന്നും വലിക്കില്ല. അത് തിരിച്ച് തട്ടി അവരിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പം നമ്മൾ എന്തെങ്കിലും സങ്കടത്തിലോ വിഷമത്തിലോ ഒക്കെ ഇരിക്കുന്ന സമയത്തും, നമ്മൾ പ്രാർത്ഥനകളില്ലാതിരിക്കുന്ന സമയത്തും, നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്തും ഒക്കെ ഈ നെഗറ്റീവ് എനർജി നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇതിന് പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾ ശരിക്കും സ്ട്രെങ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥനകളിലൂടെ, മെഡിറ്റേഷനിലൂടെ ഒക്കെ നിങ്ങളുടെ സ്പിരിച്വൽ പവർ വർദ്ധിപ്പിക്കാനാണ് ഇതിൽ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. താങ്ക് യു. ഹായ്, ഇനി നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം.
ഈ സെക്കൻഡ് പൈൽ ഈ സുലൈമാനി ഹക്കീക്ക് എന്ന് പറയുന്ന ഈ ഒരു ക്രിസ്റ്റൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വന്നു, എപ്പോഴാണ് അത് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ആദ്യത്തെ പൈലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഇതല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സാഹചര്യവുമായി മാച്ച് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പൈലൊന്ന് കണ്ടു നോക്കുക. നമുക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ഇതും കാണും കേട്ടോ, അതും ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം. സെക്കൻഡ് പൈലിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക്ക് സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു ബ്ലാക്ക് മാജിക്ക് കിട്ടിയിട്ടുണ്ടോ, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, എവിടെ നിന്നാണ് കിട്ടിയത് നോക്കാം. 7 ഓഫ് കപ്പ്. തീർച്ചയായിട്ടും സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കും ഒരു ബ്ലാക്ക് മാജിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പലതരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക്ക്, ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഇതിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലാക്ക് മാജിക്ക് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ ജീവിക്കുന്ന ഇപ്പം താമസിക്കുന്ന സ്ഥലവും വീടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ താമസിക്കുന്ന വീട് ചിലപ്പം ശാപദോഷമുള്ള ഭൂമിയായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും വെച്ചാരാധനകളുള്ള ഭൂമിയായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോൾ അവിടെയുള്ള ശക്തികൾക്ക് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമില്ലാതെ വരുമ്പോൾ അതെങ്ങനെയെങ്കിലും നിങ്ങളെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. റിലേഷൻഷിപ്പിലുള്ളതും ഉണ്ട്, പിന്നെ മാത്രമല്ല ഭൂമി സംബന്ധമായ ദോഷങ്ങൾ. ഇത് 7 ഓഫ് കപ്പാണ്. കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം അത് പിന്നെ റിലേഷൻഷിപ്പിലുള്ളതും ഉണ്ട്. കുറേ ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സെക്കൻഡ് പൈലിലുണ്ട് കേട്ടോ. ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ കിട്ടാതായി പോയിട്ടുണ്ടായിരിക്കാം. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിരുന്ന സമയത്ത് ഇതൊന്നും പെട്ടെന്ന് നിങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ എപ്പോഴും നെർവസ് ആയിപ്പോയ സമയത്ത് ഈ ഒരു ഇതിൽ 7 ഓഫ് കപ്പാണ്. അപ്പോൾ അതിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്ന സമയമുണ്ട്, കുറച്ച് നെഗറ്റീവായിരുന്ന സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ബാധിച്ചു എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്ത് ഒരു സ്ത്രീയുടെ പ്രസൻസ് കാണുന്നുണ്ട്, ക്വീൻ ഓഫ് സോഡ്സിൻ്റെ. അപ്പോൾ അതൊരു സ്ത്രീ നിമിത്തം ഉണ്ടായ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം, ഒരു ബ്ലാക്ക് മാജിക് ആയിരിക്കാം. അത് ജയിക്കണം എന്ന് ഇപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ്, എനിക്ക് ജയിക്കണം എന്ന് വിചാരിക്കുന്ന ഏതോ ഒരു സ്ത്രീ നിമിത്തം നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അവർ ശരിക്കും ഒരു മനസ്സലിവില്ലാത്ത ഒരാളായിരിക്കും കേട്ടോ ഇതിനകത്ത്. കാരണം നമുക്ക് ഒരു കർമ്മയൊന്നും ചിന്തിക്കാത്ത ഒരാൾ, നമ്മൾ ഇമോഷൻസിനൊന്നും വലിയ കാര്യം കൊടുക്കാത്ത, നമ്മളുടെ എനിക്കൊരു കാര്യം നടക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ആ ടൈപ്പിലുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം. നയൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഈ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ശരിക്കും ഒരു ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, അവർക്ക് ജീവിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. എല്ലാ തരത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരിക്കാം, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് മെൻ്റൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരിക്കാം, ഡിപ്രഷനോ ആൻസൈറ്റിയോ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരിക്കാം. ഉറക്കക്കുറവ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ജീവിതം അവസാനിപ്പിച്ചാലോ, ആത്മഹത്യ ചെയ്യാമെന്ന് പലതവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എനിക്കിനി ജീവിക്കണ്ട, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഇതിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സമയത്ത് എന്തോ ഒരു കാര്യം സംഭവിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ സംഭവിച്ചത് എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത
ഒരു സമയം ഉണ്ടായി. ആ സമയത്ത് നിങ്ങൾക്കൊരു ശരിക്കും സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ വന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ഉറക്കക്കുറവ്, ദുസ്വപ്നം കാണുക എന്തൊക്കെയുണ്ട്. ഇത് കുറച്ച് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നമുക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റൂല, ആ വീട്ടിൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. പിന്നെ ശരിക്കും നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും, ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിക്കും. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും, നമ്മളൊക്കെ എങ്ങനെയായാലും പറ്റൂല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല, ആ ദൈവമായിട്ട് ഒരു കണക്ഷൻ ഇല്ലയെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും, എനിക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ ഇല്ലല്ലോ, എനിക്ക് എന്താണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നോക്കാം. ടെമ്പറൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, യോഗ ചെയ്തിട്ടുണ്ടായിരിക്കാം, മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത സമയത്തായിരിക്കണം ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ പവർ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ടെമ്പറൻസ് പറയുന്നത്. ഇത് ചിലപ്പോൾ കൂടുതലായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വന്നതാണെന്നുള്ളതാണ്, ഒരു സ്നേഹം പങ്കിടലിൽ നിന്നും കിട്ടിയൊരു കാര്യമാണ് ഇത് കൂടുതലും. നമുക്ക് ബാക്കി നോക്കാം, കൂടുതലായിട്ട് നോക്കാം എന്താണ്. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇത്. ഒരു ചില ആൾക്കാർക്ക് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലത്തെ ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യമായിരിക്കാം ഈ ഒരു കാര്യം. അത് ശരിക്കും സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ എന്തായിരുന്നോ, നിങ്ങൾ ചിലപ്പോൾ സമൂഹത്തിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളായിരുന്നിരിക്കാം, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും വിട്ടിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, ആ സ്ഥലം മാറി പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവർ നിങ്ങൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതൊക്കെ ഇല്ലാതായി എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ ഒന്നിലധികം ആൾക്കാരുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരാളല്ല, കുറേ ആൾക്കാർ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്നും ബ്ലാക്ക് മാജിക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതിനകത്ത്. ഇപ്പോൾ 2 or 3 അതിലധികം സ്ഥലങ്ങളിൽ നിന്നും. പിന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ ഒരു സമയം അവർ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിരിക്കണം കൂടുതൽ ആൾക്കാർക്കും. ഒരു കാർമികമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമ്മൾ കൊടുത്തത് തിരിച്ച് കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പം അത് ഈ ജന്മത്തിൽ നിങ്ങൾ കൊടുത്തതല്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തൊരു കാര്യം, ഒരു മിസ്റ്റേക്കിൻ്റെ ഫലമായിട്ട് ഒരു വ്യക്തി, നിങ്ങളുടെ ഒന്നോ അതിലധികമോ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്, ഒരു ചീറ്റിംഗ് എനർജിയാണ്. അപ്പം ഇത് നിങ്ങളെ ചീറ്റ് ചെയ്തു, ചിലപ്പോൾ മറ്റുള്ളവരെല്ലാം അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് തലകുനിച്ച് ഒളിച്ച് കിടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത്രയും ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും ചിലപ്പം ഈ നെഗറ്റീവ് എനർജി മാത്രമല്ല, ബ്ലാക്ക് മാജിക് മാത്രമല്ല, അവരുടെ പ്രവൃത്തി കൊണ്ടും കൂടി നിങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വിജയിച്ചു എന്നുള്ളതാണ് കേട്ടോ. അവർ ചെയ്ത കാര്യത്തിൽ അവർക്ക് സക്സസ് ഉണ്ടായി എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുമൂലം ഒരു അസുഖം വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, റെസ്റ്റ് എടുക്കേണ്ട ഒരു അപകടം വന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മടിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഒന്നും ചെയ്യാൻ പറ്റാതെ ഫുള്ള് ബ്ലാങ്ക് ആയി പോയ പോലെ, ഒരു കാര്യവും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരുന്നിട്ടുണ്ടായിരിക്കും. കാരണം പാസ്റ്റിൽ നിങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഇതൊന്നും
അതൊന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടോ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ അസുഖം വന്നോ ഒക്കെ നിങ്ങൾ കിടപ്പിലായ പോലത്തെ ഒരു എനർജിയാണ്. കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് ജോലി ചെയ്യണ്ട അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യണ്ട, ഒരു വിരക്തി, എല്ലാത്തിനോടും ഒരു വിരക്തി വന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ടു ഫാൻസിൻ്റെ എനർജിയാണ്. ഒരു ഇതിൽ ഒന്നിലധികം കാര്യങ്ങളുണ്ടെന്ന് തന്നെ നേരത്തെ പോലെ അങ്ങനെയാണ്. ഓരോ സ്ഥലത്തുനിന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഒന്നിലധികം, രണ്ടോ അതിലധികം കാര്യങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്. ഇതിൽ റിലേഷൻഷിപ്പും വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറും സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നെഗറ്റീവായിട്ട് കിട്ടുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേതല്ല, പക്ഷെ ചിലർക്ക് സ്ഥലം ആണ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ബുദ്ധിമുട്ടെങ്കിൽ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കും. അങ്ങനെയാണ് കാണുന്നത്. ഇതിൽ 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ചിലപ്പം നിങ്ങൾ സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ വേറൊരു റെൻറ്റിന് ഒരു വീടെടുത്ത് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സ്ഥലം മാറി, അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ സ്ഥലം മാറ്റം വാങ്ങി വല്ലയിടത്ത് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം മാറി പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നിരിക്കാം. ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പം ഈ റീഡിങ് കാണുമ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ അതിങ്ങനെയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം എത്രത്തോളം ശരിയാണ്, ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഡിവൈൻ മെസ്സേജിലായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അത് അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ ഇതെനിക്ക് ഇന്ന് റെസണേറ്റ് ആയി എന്ന് പറയുമ്പോൾ എനിക്കതൊരു കോൺഫിഡൻസ് ആണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാകുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ ശരിയാണ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും. എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. പിന്നെ എല്ലാവരും നിങ്ങളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് നിങ്ങളെന്നെ ഒരുപാട് ബ്ലെസ് ചെയ്യുന്നു. എനിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് എല്ലാവരോടും. ഞാനൊരു യാത്രയിലായിരുന്നു കേട്ടോ. മെനിയാന്ന് വന്നതേ ഉള്ളൂ. ഞാൻ കുറേ അമ്പലങ്ങളിലൊക്കെ പോയി. 2-3 ദിവസം ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.